ഹായ് എവരിവൺ, അപ്പോൾ നമ്മൾ വീഡിയോ ടാസ്ക് തന്നിരുന്നു ഇന്നലെ. ആ വീഡിയോ ടാസ്കിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിന്നുള്ള ഒരു 16 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ടെസ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ ഇതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വന്നതെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണെന്നാണ് ചോദിച്ചത്. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? അപ്പോൾ നിങ്ങൾ ആൻസറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കറക്റ്റ് ആൻസർ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം. മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഏതാണെന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും നവീന പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും നവീന പർവ്വതനിര. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല. ഓപ്ഷൻസ് നിങ്ങൾ തന്നെ വായിച്ചിട്ട് ഇതിൽ ആൻസർ കണ്ടെത്തുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ലയാണ് ചോദിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ചോദിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ജനസാന്ദ്രത. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണെന്നാണ് ചോദിച്ചത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണെന്നാണ് നെക്സ്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവനന്തപുരം എയർപോർട്ട് അന്താരാഷ്ട്ര എയർപോർട്ടായത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്. ഏത് വർഷമാണ് തിരുവനന്തപുരം എയർപോർട്ട് അന്താരാഷ്ട്ര എയർപോർട്ടായത്? അടുത്ത ക്വസ്റ്റ്യൻ, ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്നാണ് ചോദിച്ചത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏതാണ് എന്നാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം ഏതാണെന്നാണ് ചോദിച്ചത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്നാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് എന്നാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷമാണ് ചോദിച്ചത്. അപ്പോൾ ഈ 16 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് റെഡിയാക്കിയിട്ടുള്ളത്. ആ വീഡിയോ കണ്ടവർക്ക് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കുക. ആൻസർ ചെയ്തതിന് ശേഷം മാത്രം തുടർന്ന് കാണുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഏതായിരുന്നു? സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണെന്നാണ് ചോദിച്ചത്. ആൻസർ ആരവല്ലി എന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖാറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരം ഗൊരൻഘട്ട് ചുരമാണ്. ഓക്കെ, ഗൊരൻഘട്ട് ചുരമാണ് മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖാറിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും നവീന പർവ്വത നിരയാണ് ചോദിച്ചത്. ലോകത്തിലെ ഏറ്റവും നവീന പർവ്വത നിര ഏതാണ്? ഹിമാലയമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല. താനെ. മഹാരാഷ്ട്രയിൽ താനെയാണ് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല. ഇനി ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ലയാണ് അഞ്ചാമതായി ചോദിച്ചത്. ദിബാങ് വാലിയാണ് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല. ദിബാങ് വാലി. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ചോദിച്ചത്. ആൻസർ സിക്കിമാണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിം. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണെന്നാണ് ഏഴാമത്തെ ചോദ്യം. ആൻസർ 382 സ്ക്വയർ കിലോമീറ്റർ ആണ്. 382 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടായി പ്രഖ്യാപിച്ച വർഷം 1991 ആണ്. 1991 തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടായത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്നാണ്? ഹൂഗ്ലി നദിയിലാണ് ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏതാണെന്ന് ചോദിച്ചത്. ഭൂപൻ ഹസാരിക സേതു ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം. സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിയിലാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ഏതാണെന്നാണ് ചോദിച്ചത്. എന്താണ് ആൻസർ വരുന്നത്? രാജീവ് ഗാന്ധി സീലിംഗ് ആണ്. മുംബൈയിലെ രാജീവ് ഗാന്ധി സീലിംഗ് ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ രാജീവ് ഗാന്ധി സീലിംഗ് എന്നായിരിക്കില്ല തരിക, ബാന്ദ്ര വർലി സീലിംഗ് എന്നും തരും. ഓക്കെ, രാജീവ് ഗാന്ധി സീലിംഗ് അല്ലെങ്കിൽ ബാന്ദ്ര വർലി സീലിംഗ് എന്നായിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ തരിക. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം
ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ഓക്കെ, പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. 16ാമത്തെ ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. 2007 സൈലന്റ് വാലി ബഫർ സോൺ ആയിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതി എന്ന് വിചാരിക്കുന്നു. ഇനി നാളത്തേക്ക് പഠിക്കാനുള്ള കാര്യം ഞാൻ തരാം. നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ 2ാമത്തെ വീഡിയോ ആണ്. പാർട്ട് 2 ആണ്. നമ്മുടെ ചാനലിൽ ഇന്ത്യ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലെ 2ാമത്തെ വീഡിയോ ആണ്, പാർട്ട് 2 വീഡിയോ ആണ് നാളത്തേക്ക് പഠിക്കേണ്ടത്. ഇന്ന് പഠിച്ചത് പാർട്ട് 1 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് പഠിച്ചു വെക്കുക. അത് നാളെ അതിൻ്റെ എക്സാം നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you.